മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജഗദീഷ്. അഭിനയത്തിൽ മാത്രമല്ല, സംവിധായകൻ, തിരക്കഥാകൃത്ത്, അവതാരകൻ, അധ്യാപകൻ, ഗായകൻ തുടങ്ങി പല മേഖലകളിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. തൊട്ട മേഖലകളിലെല്ലാം കയ്യടി നേടാനും ജഗദീഷിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്റെ കരിയറിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജഗദീഷ്. പോയ വർഷം പുറത്തിറങ്ങിയ സിനിമകളിൽ വേറിട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കയ്യടി നേടുന്ന ജഗദീഷിനെ നമ്മൾ കണ്ടതാണ്. അറിയപ്പെടുന്ന ഫോറൻസിക് സർജനായിരുന്ന പി രമയാണ് ജഗദീഷിന്റെ ഭാര്യ. 2 വർഷം മുൻപാണ് രമ മരണപ്പെടുന്നത്. ഭാര്യയുടെ മരണത്തിന്റെ ആഘാതത്തിൽ നിന്നും ജഗദീഷ് തിരികെ വന്നത് സിനിമയുടെ കൈപിടിച്ചായിരുന്നു. ഇപ്പോഴിതാ തന്റെ ഭാര്യയെക്കുറിച്ച് ജഗദീഷ് സംസാരിക്കുകയാണ്. ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം മനസ്സ് തുറന്നത്. വിവാദമായ പല കേസുകളിലും രമ ഹാജരാക്കിയ തെളിവുകൾ നിർണായകമായിട്ടുണ്ട്. അതേപ്പറ്റിയൊന്നും എന്നോട് പോലും ഒന്നും പറയില്ല. കോടതിയിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടേ പോകൂ. പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങയുടക്കും. ജുഡീഷ്യറിയിലെ ഏറ്റവും സമർത്ഥയായ മെഡിക്കൽ വിറ്റ്നസ്. അതത് ദിവസം ചെയ്യുന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദാംശങ്ങൾ രാത്രി വൈകുവോളം ഇരുന്നെഴുതുന്ന രമയെ എനിക്കോർമ്മയുണ്ട്. പഠനം ഉൾപ്പെടെ മക്കളുടെ എല്ലാ കാര്യങ്ങളും പാചകവും രമയെ തനിയെ കൈകാര്യം ചെയ്തിരുന്ന കാലത്തും അത് അങ്ങനെ തന്നെയായിരുന്നുവെന്നും ജഗദീഷ് പറയുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മറ്റു ജില്ലകളിലേക്ക് സ്ഥലം മാറ്റിക്കിട്ടുമ്പോൾ അതൊഴിവാക്കാൻ ഇടപെടരുതെന്ന് രമ ഉറപ്പിച്ചു പറയും. ക്വാർട്ടേഴ്സിലേക്ക് താമസിക്കൂ. പരിമിതമായ സൗകര്യങ്ങളുള്ള മുറിയിൽ ചെറിയൊരു ടിവിയും രമയും. ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം. ഒരുവിധ ആഡംബരവുമില്ല. സ്വന്തം പേരിൽ സ്ഥലം വാങ്ങുന്നത് പോലും താല്പര്യമില്ല. വീട്ടിൽ വിവാഹ വാർഷികമോ പിറന്നാളോ ഒന്നും ആഘോഷിക്കില്ല. എന്നാൽ ഓണം പോലെയുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ബന്ധുക്കൾക്കെല്ലാം വസ്ത്രങ്ങൾ വാങ്ങാൻ രമ മുന്നിലുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. ചിട്ടയായ ജീവിതമായിരുന്നു രമയുടേത്. പുലർച്ചെ 4 മണിക്ക് എഴുന്നേൽക്കും. വീട്ടിലെ കാര്യങ്ങൾ ഒതുക്കി ജിമ്മിൽ പോകും. മടങ്ങി വന്ന ശേഷം 2 മക്കളെയും ട്യൂഷനും സ്കൂളിലേക്കും ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകും. കൃത്യം 8:10 ആകുമ്പോഴേക്കും നല്ല വൃത്തിയായി സാരിയുടുത്ത് തയ്യാറായി രമയും ഇറങ്ങും. മക്കൾക്ക് കിട്ടുന്ന പൊതിയിൽ മീനുണ്ടെങ്കിൽ അതിന്റെ മുള്ളു മാറ്റിയാണ് രമ വെക്കുക. വാക്കുകളിലായിരുന്നില്ല, പ്രവൃത്തിയിലായിരുന്നു രമയുടെ സ്നേഹവും കരുതലുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മൾട്ടിപ്പിൾ സിസ്റ്റം ആട്രോഫി എന്ന രോഗമായിരുന്നു. തിരിച്ചറിയാൻ വൈകി. രോഗം രമയെ ബാധിക്കാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. രമയ്ക്ക് വേണ്ടി പല സ്ഥലങ്ങളിലേക്കും യാത്രകൾ ചെയ്തു. കൊച്ചുമക്കളായിരുന്നു രമയുടെ ഏറ്റവും വലിയ സന്തോഷമെന്നും താരം പറയുന്നു. മനസ്സിലുള്ള സ്നേഹം അതേപടി പ്രകടിപ്പിക്കുന്നയാളാണ് ഞാൻ. രമ നേരെ വിപരീതവും. അവൾ പ്രകടിപ്പിച്ചില്ലെങ്കിലും അവളുടെ ഉള്ളിലെ സ്നേഹം കാണാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ അതറിയുന്നുണ്ടെന്ന് അവളും മനസ്സിലാക്കി. അതുതന്നെയാണ് ഞങ്ങളുടെ ദാമ്പത്യത്തിന്റെ വിജയം. 10 വാക്ക് പറയേണ്ടിടത്ത് രമ 2 വാക്കേ പറയൂ. പക്ഷെ ആ 2 വാക്കിന് അത്രത്തോളം ആഴം കാണും. നല്ല വേഷങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ഇടയ്ക്കെപ്പോഴെങ്കിലും നിരാശപ്പെടുമ്പോൾ രമ പറയും. അതൊക്കെ വരും, വിഷമിക്കരുതെന്ന് ജഗദീഷ് പറയുന്നു. രമ പോയ ശേഷം ഞാൻ ഈ വീട്ടിൽ തനിച്ചാണ്. വാരാന്ത്യങ്ങളിൽ ഇളയ മകളും ഭർത്താവും മക്കളെയും കൊണ്ട് ഇവിടേക്ക് വരും. ജീവിതത്തിൽ കടമകളെല്ലാം ഭംഗിയായി നിർവഹിച്ചെന്ന ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. രമ പോയതോടെ ജീവിതത്തിന് ത്രില്ലില്ലാതെയായി. ഇപ്പോൾ എന്റെ മക്കളും സിനിമയുമാണ് കൂട്ടും ലോകവുമെന്നും താരം പറയുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.